പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രേമകഥയാണ്. പ്രേമകഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഞാൻ ആ കഥ തുടങ്ങട്ടെ. ഈ പ്രേമകഥയുടെ നായിക എന്ന് പറയുന്നത് അജ്ന എന്നുള്ളൊരു പെൺകുട്ടിയാണ്. ഇവൾ 1994 എറണാകുളത്ത് ജനിക്കുന്നു. ഒരു സാധാരണ ഒരു മലയാളി കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി. മലയാളി കുടുംബം എന്നുള്ളതിൽ കൂടാതെ അവളൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ഒരു നല്ല വിശ്വാസമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടി. കൂടെ ചേച്ചിയുണ്ട്, അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം. അപ്പന് നല്ലൊരു ചെറിയൊരു ജോലിയുണ്ട്, അമ്മയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്. അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ ആ കുടുംബം ആ മകളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിലുമാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ചെറുപ്പം മുതലേ അവൾക്ക് ദൈവത്തോടും ഈശോയോടുമുള്ള വലിയ സ്നേഹം അവളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ അവൾ പള്ളിയിൽ പോകുന്നു, ദൈവത്തെ കാണുന്നു, ദൈവത്തോട് അടുക്കുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ചെറുപ്പകാലങ്ങളിലൊക്കെ പള്ളിയിലേക്ക് പോകുന്നു. വിശുദ്ധ കുർബാനയിൽ ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രധാന കേന്ദ്രമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പ്രധാന കേന്ദ്രമായ വിശുദ്ധ കുർബാനയുമായിട്ട് ഈ പെൺകുട്ടി വളരെയധികം അടുക്കുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. ആ വിശുദ്ധ കുർബാനയിൽ വരുന്ന ഓസ്തി രൂപത്തിലുള്ള ഈശോയെ കാണാനായിട്ട് ഈ പെൺകുട്ടി എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്നു. അങ്ങനെ ഈശോ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു ഭാഗത്ത് ആ പെൺകുട്ടി ആ ഈശോയെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുമായുള്ള സംസാരവും അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവൾ ഷെയർ ചെയ്യുന്നത് ആ ഈശോയോട് മാത്രമാണ്. അങ്ങനെ അവളുടെ കുട്ടിക്കാലത്തൊക്കെ അവൾ നല്ല ദൈവവിശ്വാസത്തിലും അതുപോലെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലൊക്കെ വളർന്നു വരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ പാസ്സാകുന്നു. അതുപോലെ തന്നെ +2 കയറുന്നു. +2 നല്ല മാർക്കോടുകൂടി വിജയിക്കുന്നു. തുടർന്ന് കോളേജിലേക്ക് വരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആ പെൺകുട്ടി തൻ്റെ ഈശോയെ വിടാതെ കൊണ്ടുപോകുന്നുണ്ട്. തങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ള എല്ലാവർക്കും ആ ഈശോയെ കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ആ പെൺകുട്ടി മുൻകൈ എടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഒരു കോളേജിൽ ചേരുന്നു. ഒരു BCom പഠിക്കുന്നു. ആ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ അവിടെയുള്ള കൂട്ടുകാരൊക്കെയായി അവൾ സുഹൃത്ത് ബന്ധത്തിലുള്ളപ്പോൾ തന്നെയും അവൾ അവിടെ ഒക്കെ ചെയ്യുന്നത് ഈ ഈശോയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ കോളേജിൽ തന്നെയുള്ള ചാപ്പലുകളിലൊക്കെ പോയി ഇരുന്നു കൊണ്ട് തൻ്റെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ, ബ്രേക്കിൻ്റെ സമയങ്ങളിലും അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്കിലൊക്കെ ആ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഈശോയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ നടത്തുക. അങ്ങനെ തൻ്റെ ഏറ്റവും പ്രിയ തോഴനായിട്ട് ഈശോയെ അവൾ ജീവിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവളുടെ ഈ ഒരു പ്രത്യേകത കണ്ടിട്ടും ഇവളുടെ ഈ സ്വഭാവം കണ്ടിട്ടും മറ്റു പലരും ആ ഈശോ എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് ഈ കുട്ടി ഇങ്ങനെ ഈ ഈശോയോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തോട് ഇത്രയധികം പ്രാധാന്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മറ്റു പലരും ഇതന്വേഷിക്കുന്നു. അങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി തൻ്റെ കോളേജ് ജീവിതകാലം മുഴുവനും തനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈശോയെ പ്രഘോഷിക്കാനും അതുപോലെ തന്നെ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് ആ പെൺകുട്ടി തീരുമാനമെടുക്കുന്നു. അങ്ങനെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. സോഷ്യൽ മീഡിയകളിൽ ആക്റ്റീവ് ആവാം, അതുപോലെ തന്നെ
മറ്റു പല സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് പോവാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാം. പക്ഷേ ഈ പെൺകുട്ടി തൻ്റെ സമയം മുഴുവനും ചിലവഴിച്ചത് ഈശോയോടൊപ്പമായിരുന്നു. ഈശോയെ മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നതിലൊന്നും ഒരു നാണക്കേടൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി അങ്ങനെ തൻ്റെ കോളേജ് ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് PGക്ക് വേണ്ടിയിട്ട് കയറുന്നു. അപ്പോൾ അവിടെയുള്ള പ്രെയർ ഗ്രൂപ്പുകളിലും ഒക്കെ ഭാഗഭാക്കായിക്കൊണ്ട് ഈശോയെ പ്രഘോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടി ജീവിച്ചു പോകുന്നു. മറ്റുള്ള എല്ലാവർക്കും, അധ്യാപകർക്കും, തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടിയ ഒരു സ്വഭാവമായിരുന്നു അവളുടേത്. എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, എല്ലാവരോടും കരുണ കാണിക്കുന്നു, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ആളുകളെയൊക്കെ അവൾക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നു, എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന വാക്കുകളിൽ കൂടെ. അങ്ങനെ അവളെ കാണുമ്പോൾ തന്നെ മറ്റു പലർക്കും അതൊരു സമാധാനമാണ്. കാരണം അവൾ മുന്നിൽ വന്ന് നിന്നാൽ മതി, അവരുടെ ഉള്ളിലുള്ള ടെൻഷനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആകുലതകളും മാറിപ്പോകുന്നതായിട്ട് പലർക്കും തോന്നുന്ന സമയങ്ങൾ. അങ്ങനെ ആ പെൺകുട്ടി അവിടുത്തെ കോളേജിലും തൻ്റെ നാട്ടിലും തൻ്റെ കുടുംബത്തിലൊക്കെ ഒരു വലിയൊരു മാതൃകയായി, ഒരു മാലാഖയായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന സമയം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടി പ്രണയിക്കുന്നത് തൻ്റെ ഈശോയെയാണെന്ന്. തൻ്റെ ദൈവത്തെയാണ് അവൾ എല്ലായിടത്തും ഉയർത്തി കാണിക്കുന്നത്. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ ഈശോയെ പ്രഘോഷിക്കുന്നതിൽ അവൾ ഒരു മടിയും കാണിച്ചില്ല. എല്ലാവരുടെ മുന്നിലും, തൻ്റെ സമപ്രായക്കാരായ വിദ്യാർത്ഥികളുടെ മുന്നിലും, അധ്യാപകരുടെ മുന്നിലും, തൻ്റെ നാട്ടിലും തൻ്റെ കുടുംബത്തിലൊന്നും ഈശോയെ പ്രഘോഷിക്കാനായിട്ട് അവൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ബാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി തന്നെ തൻ്റെ എക്സാമിൻ്റെ പഠനകാലങ്ങളിലൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആ സമയത്തൊക്കെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സംഭാഷണത്തിൽ കൂടെ അവൾ ആ സമയങ്ങളൊക്കെ ചിലവഴിക്കുമായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കും, എന്തേ നീ ഇപ്പോൾ പഠിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇപ്പോൾ ബൈബിൾ വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഈശോ എനിക്ക് എല്ലാം പറഞ്ഞു തരുമെന്നുള്ള ഒരു വാക്കുകളിൽ കൂടെ അവളെ അതിനൊക്കെ മറുപടി പറയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റു പലർക്കും തോന്നാം, പഠിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാതെ ബൈബിൾ വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവവിശ്വാസം പറഞ്ഞുകൊണ്ടോ പരീക്ഷ പാസ്സാവാനായിട്ട് സാധിക്കുമോ എന്ന്. ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അത്രയും ഇൻ്റലിജൻ്റായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയും ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി താൻ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഏറ്റവും നല്ല മാർക്കും, അതുപോലെ തന്നെ PGക്ക് പഠിക്കുമ്പോൾ തന്നെ നെറ്റ് പരീക്ഷയിൽ പാസ്സാവുകയും വേറൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോവുകയും അവിടെ പഠിപ്പിക്കാനായിട്ടുള്ള അവസരവും കൂടി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയധികം വെൽ സെറ്റിൽഡായി തങ്ങൾക്ക് ആഗ്രഹിച്ചൊരു ജോലി, ഒരു അധ്യാപികയായിട്ട് ഒരു കോളേജിൽ കയറാനായിട്ട് അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ വിവാഹാലോചനകൾ വരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യുവാവുമായിട്ടുള്ളൊരു വിവാഹം ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലാകുന്നു. ആ പെൺകുട്ടിക്ക് ഇതിൽ കൂടുതൽ സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ദൈവം നൽകി. തൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ആ കുട്ടിയെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും ആ കുട്ടിയോട് സ്നേഹമായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യം, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കാര്യം ഇനി സംഭവിക്കാനില്ല, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഇതിലധികം ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന നിമിഷങ്ങളായിരിക്കും അത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടാകുന്നു. ഈ പെൺകുട്ടിക്ക് ഒരു പല്ലുവേദന വരുന്നു. ആ പല്ലുവേദന
ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ ആ പല്ലുവേദനയും അതുപോലെ തന്നെ താടിയെല്ലും കണ്ടിട്ട് ആ ഡോക്ടർ അവിടെ നിന്നും ഒരു ഭാഗമെടുത്ത് ബയോപ്സിക്ക് വേണ്ടി അയക്കാൻ പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു അസാധാരണമായിട്ടുള്ള എന്തോ ആ പെൺകുട്ടിയുടെ താടിയെല്ലിൽ കണ്ടതുകൊണ്ട് ആ ഡോക്ടർ വിദഗ്ധ പരിശോധനയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തുടർന്ന് സംഭവിക്കുന്നത് ഈ പെൺകുട്ടിക്ക് സാർക്കോമ എന്ന വിഭാഗത്തിൽപ്പെടുന്ന താടിയെല്ലിൽ വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അപൂർവമായ ഒരു ക്യാൻസർ ആ പെൺകുട്ടിയിൽ കണ്ടെത്തുന്നതായിട്ടാണ് പിന്നെ വരുന്ന റിപ്പോർട്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ചെറുപ്പം മുതലേ ദൈവത്തോട് അടുത്തു നിന്ന് ജീവിച്ച വ്യക്തി, ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിലൊന്നും പോവാതെ, തിന്മകൾ ചെയ്യാതെ, തിന്മയിൽ നിന്നൊക്കെ മാറി നിന്ന് അല്ലെങ്കിൽ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ജീവിച്ച് പോയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ തൻ്റെ ഏറ്റവും നല്ലൊരു പ്രായത്തിൽ 10-22 വയസ്സ് ആകുന്ന സമയത്ത്, ഒരു വിവാഹത്തിലേക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ കുടുംബത്തിന് സംഭവിക്കുക, ആ പെൺകുട്ടിക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ ആ പെൺകുട്ടി ഇതെല്ലാം തരണം ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, ഇത് തന്ന ദൈവം, ഇത് മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും, അല്ലെങ്കിൽ ഇത് തരണം ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ശക്തി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രോഗത്തെ ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുന്നത്. ഇത് കണ്ട മറ്റു പലർക്കും ഇതൊരു ദുർമാതൃക പോലെ അല്ലെങ്കിൽ നെറ്റിച്ചുളിക്കാനിടയായി. ദൈവമേ, ഇത്ര നല്ലൊരു പെൺകുട്ടി, കാണാനും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, കണ്ടു കഴിഞ്ഞാൽ ഒരു മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു രോഗം ദൈവം കൊടുത്തു? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ആ പെൺകുട്ടി ആ രോഗവുമായിട്ട് മുന്നോട്ട് പോകുന്നു. താടിയെല്ലിൽ വന്ന ആ ഒരു ക്യാൻസർ ഓരോ സ്റ്റേജ് കഴിയുന്തോറും മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടി നിരവധി കീമോ ട്രീറ്റ്മെൻറ്റിന് വിധേയയാകുന്നു, തുടർന്ന് സർജറിക്ക് വിധേയയാകുന്നു. അങ്ങനെ ആ താടിയെല്ല്, സുന്ദരമായിട്ടുള്ള ആ മുഖത്തെ താടിയെല്ല്, നമുക്കറിയാം ക്യാൻസർ വേറെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്കാണെങ്കിൽ തന്നെയും പെട്ടെന്ന് പുറത്തേക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കില്ല, നമുക്ക് വേണമെങ്കിൽ മറച്ചു വയ്ക്കാം. പക്ഷേ ഒരാളുടെ മുഖത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ നിരവധി കൂട്ടുകാരുള്ള ആ കുട്ടി, എല്ലാവരുടെയും ഇഷ്ടഭാജനമായിരുന്ന ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ സമൂഹം ജനങ്ങൾ ആകെ അമ്പരന്ന് പോയി. എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി ആ ക്യാൻസറുമായിട്ട് മുന്നോട്ട് പോകുന്നു. തൻ്റെ മുഖത്ത് ഈ ക്യാൻസർ മൂലം വ്രണങ്ങൾ വരുന്നു. അപ്പോൾ താടിയെല്ലിനെ ആ ക്യാൻസർ ബാധിച്ച് മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്ന് സർജറിക്ക് വിധേയയാകുന്നു. താടിയെല്ല് എടുത്ത് മാറ്റേണ്ടി വരുന്നു. അതുപോലെ തന്നെ കവിളിലെ താടി ഭാഗങ്ങളെല്ലാം വ്രണങ്ങൾ വന്ന് നിറഞ്ഞുകൊണ്ട് അതെല്ലാം നീക്കം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ട്യൂമർ വന്ന് മുഖം വികൃതമായതുകൊണ്ട് അവിടുത്തെ ട്യൂമറെല്ലാം നീക്കം ചെയ്തപ്പോൾ അവിടേക്ക് വേറെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മാംസം എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ കാലിൽ നിന്നും മാംസം എടുക്കുന്നു, തുടയിൽ നിന്നും മാംസം എടുക്കുന്നു. പിന്നെ എടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആ പെൺകുട്ടിക്ക് മാംസം എടുക്കേണ്ടി വരുന്നു. അങ്ങനെ ശരീരം മുഴുവൻ മുറിവുകളുമായി, ഒരു സ്ഥലം പോലും ഇനി എടുക്കാൻ ഇല്ല എന്നുള്ള രീതിയിൽ ആ കുട്ടി തൻ്റെ ആ രോഗജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ വലിയ വേദനയാണ്. ക്യാൻസർ ബാധിച്ചവരോട് ചോദിച്ചാൽ അറിയാം ക്യാൻസർ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം ഓരോ സ്റ്റേജ് കഴിഞ്ഞത് മൂർച്ഛിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരുന്ന് കഴിച്ചാലും ഈ വേദനകളൊന്നും വേദന സംഹാരികളൊന്നും ഫലവത്തായി തീരാത്ത സമയങ്ങളിലൊക്കെ ഈ പെൺകുട്ടി ഇത്രയും വേദനകൾ അനുഭവിച്ചു കൊണ്ട് ജീവിക്കുന്നു. ആ സമയത്തൊക്കെ ആദ്യം മുതൽ എന്ന് മുതലാണോ ഈ ക്യാൻസർ ആ പെൺകുട്ടി അറിഞ്ഞത്, അന്ന് മുതൽ ആ പെൺകുട്ടിയുടെ മുഖത്തുള്ള ചിരി മാഞ്ഞിട്ടില്ല. അവളെ കാണാൻ വരുന്ന ഓരോ വ്യക്തികളുടെ മുഖത്തും അവളെ കണ്ടു കഴിഞ്ഞാൽ വിഷമത്തോടു കൂടിയായിരിക്കും അവളെ കാണാൻ വരുന്നത്. എന്നാൽ അവളെ കണ്ടു കഴിയുമ്പോൾ തിരിച്ച് സന്തോഷത്തോടെ ആയിരിക്കും ആ വ്യക്തികളൊക്കെ ആ മുറി വിടുന്നത്. അങ്ങനെ ഒരു വലിയൊരു പ്രകാശം, നമുക്കറിയാം, ഒരു ഇരുട്ടിൽ നിന്നുകൊണ്ട് ഒരു പ്രകാശമേറിയ മുറിയിൽ കയറി തിരിച്ച് ഇരുട്ടിലേക്ക് നടന്നു പോകുന്നൊരു വ്യക്തിയുടെ മുഖത്ത് ആ പ്രകാശത്തിൽ നിന്ന് കിട്ടിയ തേജസ്സിൻ്റെ ഒരു അംശം നിലനിൽക്കുന്നത് പോലെ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നു പോകുന്ന എല്ലാവർക്കും ആ ഒരു പ്രകാശം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവളുടെ അടുത്ത് വരുന്ന ഓരോരുത്തരും വിഷമമായിട്ട് വരുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നത് അവരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാനും അവരോട് വിശേഷങ്ങൾ ചോദിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെയാണ് ആ പെൺകുട്ടി സമയം ചെലവഴിക്കുന്നത്. അതുകൂടാതെ അന്നുവരെ മുടങ്ങാതെ പള്ളിയിൽ പോയി ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ആ പെൺകുട്ടി ഈ രോഗത്തിന് ശേഷം വീണ്ടും രോഗം അറിഞ്ഞത് മുതൽ തുടർന്നും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്, ദൈവത്തെ എല്ലാ ദിവസവും സ്വീകരിക്കാനായിട്ട് പോകുന്ന ഒരു പോക്കുണ്ട്. തൻ്റെ അടുത്തുള്ള പള്ളിയിൽ വേച്ചുകൊണ്ട് പല സർജറികൾക്കും വിധേയയായതിന് ശേഷവും നടക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് പോലും ഈ പെൺകുട്ടി നടന്നുപോയി തൻ്റെ അമ്മയോടൊപ്പം മണിക്കൂറുകളെടുത്ത് നടന്നുകൊണ്ട് ആ പള്ളിയിൽ കയറി വിശുദ്ധ കുർബാന സ്വീകരിച്ച് കൊണ്ട് തിരിച്ചു വരാറുണ്ട്. പലപ്പോഴും ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് സാധിക്കാറില്ല. കാരണം താടിയെല്ലും കവിളുകളൊക്കെ ട്യൂമർ വന്ന് വികൃതമായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും വായിൽ നിൽക്കാത്തതുകൊണ്ട് പലപ്പോഴും അവൾ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന പാരിഷ് ഹാളിലോ അല്ലെങ്കിൽ വൈദികൻ്റെ മുറിയിലോ പോയി ഇരുന്നു കൊണ്ട് കിട്ടുന്ന വിശുദ്ധ കുർബാന ആ ഗോതമ്പപ്പം വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ആ വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും അവൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തെ അടുത്ത് സ്നേഹിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തോട് അടുത്തിരിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നും, ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ച വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ എന്തിനാണ് പിന്നെ ഞാൻ ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ദൈവവിശ്വാസവുമായിട്ട് നടക്കുന്നത് എന്ന്. പക്ഷേ തുടർന്നും ഈ പെൺകുട്ടിയുടെ വിശ്വാസവും പ്രതീക്ഷയൊന്നും പോകുന്നില്ല. ഈ പെൺകുട്ടി തനിക്ക് ജീവൻ എന്ന് വരെയുണ്ടോ അന്ന് വരെ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് വിശ്വസ്തയായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. തൻ്റെ സഹനങ്ങളിലൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ സഹനങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ആ പെൺകുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ചികിത്സകളൊന്നും ഫലപ്രദമാകാതെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും ശുഷ്കിച്ചുകൊണ്ട് തൻ്റെ മുഖം പൂർണ്ണമായും വികൃതമാക്കിക്കൊണ്ട് ആ പെൺകുട്ടി മരണത്തിന് കീഴ്പ്പെടുകയാണ്. ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം അവിടെ കൂടി നിന്നിരുന്ന ഭൂരിഭാഗം ജനങ്ങൾക്കും ആ പെൺകുട്ടിയെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കും ഈ പെൺകുട്ടി ഒരു വിശുദ്ധിയാണെന്നുള്ളതിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ ഓരോ നിമിഷവും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവൾക്കറിയാമായിരുന്നു തങ്ങൾ ഇരിക്കുന്നത് ഒരു വിശുദ്ധിയോടൊപ്പമായിരുന്നെന്ന്. കാരണം അവളുടെ ഓരോ വാക്കിലും നോട്ടത്തിലും
അവളുടെ പ്രസൻസിലും അവർക്കത് അനുഭവിക്കാമായിരുന്നു. ദൈവത്തെ അനുഭവിക്കാമായിരുന്നു അവളിലൂടെ. ഇന്ന് ഈ പെൺകുട്ടി എറണാകുളത്തെ ഒരു പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ആ പെൺകുട്ടിയുടെ കുടീരത്തിലേക്ക് നിരവധി ആളുകളാണ് വരുന്നത്. ആ പെൺകുട്ടിയുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് കാണാനായിട്ട്, ആ പെൺകുട്ടിയോടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിരവധി ജനങ്ങൾ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവളുടെ ജീവിതം അറിഞ്ഞ ഒരാൾക്ക് പോലും ഈ പെൺകുട്ടി സ്വർഗത്തിലല്ല എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ദൈവത്തെ അത്രയധികം പ്രണയിച്ച ആ പെൺകുട്ടി ഒരു പെൺകുട്ടിയെ അനുഭവിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള എല്ലാ അവസ്ഥകളിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും സഹനങ്ങളിൽ കൂടെ നടന്നു പോയിക്കൊണ്ട് മരിക്കുന്നു, ഇന്ന് മണ്ണിൽ ഉറങ്ങുന്നു. ഈ പ്രണയകഥ അവസാനിച്ചെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഈ പ്രണയകഥയുടെ ലോകത്തിൻ്റെ കണ്ണിലിപ്പോൾ 1994 മുതൽ ജനിച്ച് 2021 മരിച്ച ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഈ പ്രണയകഥ അവസാനിച്ചെന്ന് തോന്നും. എന്നാൽ ഈ പ്രണയകഥ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ നമ്മൾ പറഞ്ഞു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള ഒരാൾക്ക് ദൈവം എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ദുരിതങ്ങൾ, കഷ്ടതകൾ തരുന്നത്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ദൈവം അയാളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും വിരോധാഭാസമായിട്ട് തോന്നാം. ദൈവം സ്നേഹിക്കുന്നത് ഇങ്ങനെയാണോ? രോഗം തന്നിട്ടാണോ നമ്മൾ ദൈവം സ്നേഹിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മകനെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ ആ മകന് മോശമായിട്ടുള്ളത് എന്തെങ്കിലും നൽകിയിട്ടാണോ ആ മകനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്? കേവലം മനുഷ്യൻ്റെ യുക്തിയിൽ അല്ലെങ്കിൽ മനുഷ്യദൃഷ്ടിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരു 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ഉള്ള ഒരു ജീവിതമാണ്. അവൻ അവിടെ എന്തൊക്കെ അവന് സുഖങ്ങൾ ലഭിക്കുന്നു, എന്തൊക്കെ അവന് സന്തോഷങ്ങൾ ലഭിക്കുന്നു, അവിടെയാണ് അവനെല്ലാം ലഭിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ലഭിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്ത അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദൃഷ്ടി എന്നുള്ളത്. എന്നാൽ ദൈവം പറയുന്നത് ഒന്ന് മാത്രമാണ്: നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല എന്നുള്ളത്. യേശുക്രിസ്തു മറ്റുള്ള മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതാണ്: ഞാൻ ഇവിടെയുള്ളവനല്ല, അതുപോലെ നിങ്ങളും ഇവിടെയുള്ളവരല്ല. നിങ്ങളിവിടെ അല്പകാലത്തേക്ക് മാത്രമുള്ളവരാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു സത്യം. ദൈവനീതി എന്നുള്ളത് മാനുഷിക നീതിയും മാനുഷിക ചിന്തകളെക്കാളും വിഭിന്നമാണ്. പലപ്പോഴും ആർക്കും അത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമോ അല്ലെങ്കിൽ അതിൻ്റെ പൊരുളോ ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം എന്നുള്ളത് പരമപരിശുദ്ധനും സർവശക്തനും സർവാധിപനുമായിട്ടുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. പ്രത്യേകമായിട്ട് അവൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ തിന്മയുടെ ഒരു അംശം പോലുമോ നമ്മളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം തിന്മ എന്തെങ്കിലും നമ്മിൽ അവശേഷിക്കുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അത് പലപ്പോഴും പല രീതിയിൽ മനുഷ്യർ വ്യാഖ്യാനിക്കാറുണ്ട്. അത് ദൈവം തിന്മ ചെയ്യുന്നവനെ നശിപ്പിച്ച് കളയുന്നു എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിന്മയുമായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെടിമരുന്നുമായിട്ട് ഒരു
തീപ്പന്തത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ കടന്നു ചെല്ലുന്ന പോലെയാണ്. അവിടെ സംഭവിക്കുന്നത് തീയല്ല കാരണക്കാരൻ. ആ വെടിമരുന്നുമായിട്ട് ആ വ്യക്തി പോയത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തി അവിടെ കത്തിച്ചാമ്പലായിട്ട് മാറുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. തിന്മയുമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് ആർക്കും ചെല്ലാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെയും അതുപോലെ തന്നെ അവൻ ജനിക്കുന്ന സമൂഹത്തിൽ തന്നെയും അവനിലേക്ക് നിരവധി തിന്മയുടെ പ്രേരണകളും തിന്മയുടെ സ്വാധീനങ്ങളും ആ വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ട്. ഭൂമിയിൽ എത്രയധികം നന്മയിൽ കൂടെ ജീവിച്ചാൽ തന്നെയും ഒരു ചെറിയ ഒരു വിശുദ്ധീകരണം ഒരു മനുഷ്യന് കൂടിയേ തീരൂ ദൈവത്തിൻ്റെ അടുത്ത് എത്താനായിട്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം. പെൺകുട്ടി സാധാരണ ഒരു മനുഷ്യരെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം നിർമ്മലതയോടെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഏറ്റവും അധികം തിന്മയിൽപ്പെടാതെ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോഴും ആ വ്യക്തി ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തി മരണത്തോടുകൂടി ഉടൻ തന്നെ തൻ്റെ അടുത്തേക്ക് എത്തണമെന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും എത്ര നമുക്ക് ഈ ഭൂമിയിൽ വിശുദ്ധനായിട്ട് ജീവിച്ചാൽ തന്നെയും ഒരു വിശുദ്ധീകരണം കൂടിയേ തീരൂ. ആയതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ഒരു സ്ഥലത്തെപ്പറ്റി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യൻ ഭൂമിയിൽ എത്രയധികം നന്മ ചെയ്താലും എത്രയധികം നമ്മൾ നന്മ പ്രവർത്തിക്കൊണ്ട് എന്തൊക്കെ നേടിയാലും മനുഷ്യനൊരു വിശുദ്ധീകരണം കൂടിയേ തീരൂ ദൈവത്തിൻ്റെ അടുത്തെത്താനായിട്ട്. കാരണം അവിടേക്കൊരു ഒരു കളങ്കതയുടെ ഒരു അംശമോ ഒരു ചെറിയ പൊട്ടുപോലുമോ അവിടെ സ്ഥാനമില്ല. അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധകളായിട്ട് നമ്മുടെ കത്തോലിക്ക സഭ വണങ്ങുന്ന പലരുടെയും ജീവിതത്തിൽ ദൈവം ഇതുപോലെ നിരവധി സഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതുകൊണ്ട് മാത്രമാണ് ദൈവത്തിന് പല പദ്ധതികളും അതിൽ കൂടെയുണ്ട്. നിരവധി മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനൊക്കെ ഈ സഹനങ്ങളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സഹനത്തിലൂടെ നിരവധി മക്കൾ വിശ്വാസത്തിലേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ളൊരു വിശുദ്ധീകരണവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനത്തുള്ള സഹനങ്ങൾ വഴി. അപ്പോൾ അതുപോലെ നല്ലതായിട്ട് ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് പോലും ഇത്രയധികം സഹനങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ സഹനത്തിൽ കൂടെ നടന്നു പോയിട്ടുള്ള ആ വ്യക്തി ഒരിക്കലും ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടുതൽ കാലം നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നേണ്ടതില്ല. ഇങ്ങനെ ഈ സഹനങ്ങളിൽ കൂടെ നടന്നു പോയിട്ടുള്ള ആ വ്യക്തികൾ ആ ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടുതൽ കാലം അനുഭവിക്കേണ്ടവരില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ദൈവം അങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നത്. നമുക്ക് ആർക്കും ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നോ ദൈവത്തിൻ്റെ മനസ്സിലെന്താണെന്നോ പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ തന്നെയും നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. ദൈവം ആ വ്യക്തിയെ ആ ഒരു വിശുദ്ധീകരണ സ്ഥലമില്ലാതെ ഭൂമിയിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സഹനം വിശുദ്ധീകരണ സ്ഥലങ്ങളിൽ കൊടുക്കുന്ന ആ സഹനം ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ദൈവം ആ വ്യക്തിയെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ സഹനം കൊടുത്തതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം കൺഫ്യൂഷൻസും മനസ്സിലാകാതെയും ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊരിക്കലും ഒറ്റ വാക്കിൽ പറഞ്ഞ് തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ക്രിസ്ത്യാനിറ്റി എന്താണെന്നും അല്ലെങ്കിൽ ആ വിശ്വാസം എന്താണെന്നും മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസികളോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ ഭൂമിയിൽ ഇത്രയധികം നന്മ പ്രവൃത്തി ചെയ്ത വ്യക്തികൾക്ക് ദൈവം അങ്ങനെയൊരു സഹനത്തിൽ കൂടെ ദൈവം കടത്തിവിടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ വിശ്വാസികളെന്നുള്ള പേര് വെച്ചുകൊണ്ട് ഉടൻ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്ന വ്യക്തികളെ നിങ്ങളെ ദൈവം എത്രമാത്രം വിശുദ്ധീകരണത്തിൽ കൂടെ കടത്തിവിടും?
നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സഹനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അതൊന്നും ഇല്ലാതാവാനായിട്ടാണ് ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. ഒരാൾക്കും ഒരു ദുഃഖവും സ്വീകരിക്കാനായിട്ട് ആഗ്രഹമില്ല. ദുഃഖം എന്ന് പറയുന്നത് എന്തോ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നും അല്ലെങ്കിൽ അതൊരു പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണെന്നോ അല്ലെങ്കിൽ തിന്മയുടെ പ്രവൃത്തിയാണെന്ന് ഒക്കെയാണ് ഭൂരിഭാഗവും ജനങ്ങൾ കരുതുന്നത്. എന്നാൽ ദുഃഖത്തിനും സഹനത്തിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് ഈ വിശുദ്ധകളായിട്ടുള്ള ജീവിതങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പല വിശുദ്ധകളും പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ആ വിശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കാളും എത്രയോ ഇരട്ടി കുറവാണ് നിങ്ങൾ ഈ ഭൂമിയിൽ അത്രയധികം സാധനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത്. നമുക്കറിയാം, ഞാനത് മുന്നും പറഞ്ഞിട്ടുണ്ട്, ഈ ടൈം നമ്മളുടെ ഓരോ ലോകത്തെ ടൈമിനെ പറ്റിയും നമ്മൾ ദൈവത്തിൻ്റെ സമയത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ സമയമായിരിക്കില്ല ചിലപ്പോൾ വേറൊരു ലോകത്തെ സമയം എന്നുള്ളത്. അപ്പോൾ വിശുദ്ധകരായിട്ടുള്ള പലരും പറയുന്ന വാക്കുകളിലൊക്കെ ആ ഒരു ലോജിക്ക് വളരെ അധികമായിട്ട് നമുക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഈ വിശുദ്ധീകരണ സ്ഥലത്തിൽ നിങ്ങൾ ഒരു വർഷം അനുഭവിക്കുന്ന സഹനം എന്നുള്ളത് ഭൂമിയിലെ 1000 വർഷം നിങ്ങൾ അനുഭവിക്കുന്ന സഹനത്തോട് തുല്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു വിശുദ്ധീകരണ സ്ഥലത്തിലാണ് എത്തപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ തിന്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തിന്മകൾ മൂലം നിങ്ങൾക്കൊരു വിശുദ്ധീകരണ സമയം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയമായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് പലരും പറയുന്നത് ഭൂമിയിൽ ലഭിക്കുന്ന സഹനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ കണ്ണിൽ കൂടെ ചിന്തിച്ച് നോക്കിയാൽ മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും ഈ പെൺകുട്ടി എവിടേക്കാണ് പോയതെന്നും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസിയല്ലാത്ത ഒരു നിരീശ്വരവാദിക്കോ അല്ലെങ്കിൽ മറ്റു മതസ്ഥനോ ക്രിസ്തുവിനെ അറിയാത്ത മറ്റു മതസ്ഥനോ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഏറ്റവും മണ്ടിയാണ് ഈ ലോകത്തെ. അവളുടെ സമയം, അവൾക്ക് എൻ്റർടൈൻമെൻറ്റിന് ലഭിച്ച സമയം അവൾ ഉപയോഗിച്ചില്ല. അവൾക്ക് മറ്റുള്ളവരുമായിട്ട് എൻജോയ് ചെയ്ത് നടക്കേണ്ട സമയം, സിനിമ കാണേണ്ട സമയം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യേണ്ട സമയം അവൾ ചെലവഴിക്കാതെ ഒരു ജീവിതം അവൾ പാഴാക്കി. ഈ ദൈവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് അവളുടെ ജീവിതം അവൾ പാഴാക്കി എന്നായിരിക്കും ഭൂരിഭാഗം വ്യക്തികൾ പറയുന്നത്. എന്നാൽ ഭാവിയിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഈ പെൺകുട്ടിയുടെ ജീവിതം നാളെ ഇത് ലോകം അറിയും. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ ഈ പെൺകുട്ടി ഒരു വിശുദ്ധിയായിട്ട് മാറിക്കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം എന്തായിരുന്നെന്ന് അവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് പറയുന്നത് പോലെ ഒരു അവസാന ദിവസം ഉണ്ടായിരിക്കും. ആ അവസാന ദിവസത്തിൽ എല്ലാവരുടെയും പ്രവൃത്തികൾ അവിടെ വെളിവാക്കപ്പെടും എന്നുള്ളത്. ഓരോരുത്തരും എന്താണ് ചെയ്തതെന്നും ഓരോരുത്തരും എന്താണ് നേടിയതെന്നും ആ അവസാന ദിവസത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടും എന്നുള്ള കാര്യം കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ചിന്തയോടുകൂടി ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോക്ക് അവസാനിക്കുകയാണ്. ഈ പെൺകുട്ടിയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അജന ജോർജ് ജീസസ് യൂത്ത് എന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഫുള്ള് ഹിസ്റ്ററിയും ഈ പെൺകുട്ടിയുടെ ടോക്കുകളും ഈ പെൺകുട്ടിയെ പറ്റിയുള്ള മറ്റുള്ളവരുടെ ടോക്കുകളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന പേരിൽ ഈ പെൺകുട്ടിയുടെ പേരിൽ ഒരു ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തമായിട്ടും വിശദീകരണത്തിലും നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശ്വാസികളായിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബുക്കോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ പറ്റിയോ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഓരോ നിമിഷവും പാഴാക്കുന്നത് എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഓരോ ദിവസവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന്
നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ടോക്ക് അവസാനിക്കുന്നു. വെൽക്കം ടു കോമൺ സെൻസ്.